ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതും ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ, എന്നുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പക്കവടയും നല്ല ചൂട് ചായയാണ് കേട്ടോ. അത് നമ്മുടെ ഈ മഴയുള്ള സമയത്തൊക്കെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കവടയും നല്ല ചൂട് കട്ടൻ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പക്കവടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മാവൊക്കെ ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ എണ്ണ നല്ല ചൂടാവുക. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവും ചെയ്യില്ല കേട്ടോ. അങ്ങനെ വേണം. എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂണിൽ കുറേശ്ശെ വേണം കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. പക്കവട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പിന്നെ അറിയാത്തവരായിട്ടാണ് ആരുള്ളതിൽ. അപ്പം അങ്ങനെ ഞാൻ പക്കവടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറേ പേര് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനി എനിക്ക് മുമ്പോട്ടും ഉണ്ടാവണം കേട്ടോ. പിന്നെ കുറേ ഫ്രണ്ട്സിന് പുതിയവരെ കിട്ടിയിട്ടുണ്ട്. അവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ പക്കവടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പാത്തോസും സുഡാപ്പിയും എന്തെങ്കിലും ഇവിടെ 3 ആളിരുന്ന് ചായ കുടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത്തോസിന് ചായ കിട്ടിയതിന് പിന്നെ കടിയൊന്നും കണ്ണ് കാണില്ല കേട്ടോ അവിടെ ഇരിക്കുന്നത്. ആ ചായ തീരണ വരെ അവളത് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചായപ്രാന്തിയാണ് കേട്ടോ. ഒരു ഡെയിലി തന്നെ എത്ര ചായ കുടിക്കുന്നറിയാം. നമ്മൾ എത്ര കുറയ്ക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഒന്നും കൂടി കൂടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ ഇങ്ങനെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയത്ത് ഞാൻ സാധാരണ എന്നും ലൈവ് ഇടുന്നതാണ്. അപ്പോൾ ലൈവ് ഇടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ബെല്ലടി കേട്ടത്. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ പെൻസിൽ, പേന, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബാഗും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പാത്തൂസിന് കൊടുത്ത ബാഗ്. പിന്നെ ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ളതാണ്, പേനയും പെൻസിലും. അമ്മ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദിലുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരിപ്പോൾ പുതുതായിട്ട് അവിടെ വാടകയ്ക്ക് വന്ന ആൾക്കാരും കൂടിയാണ് കേട്ടോ. 2-3 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മിക്സിയിൽ മൈലാഞ്ചി അരച്ച് അതൊരു ടിപ്സോട് കൂടിയിട്ട് നമുക്ക് നല്ല പോലെ തന്നെ മൈലാഞ്ചി ചോന്ന് വരാനായിട്ട് ഒരു ടിപ്സ് പറഞ്ഞു തരാമെന്നുണ്ട്. അങ്ങനെ ആ ടിപ്സ് ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിലൊരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് തട്ടിപ്പാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയില്ല എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ട് എനിക്ക് ഒന്നും തന്നെ നേടാനില്ല കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് മറ്റുള്ളവർക്ക് അത് ഉപകാരമല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ അതിലൊരു കാര്യമുള്ളത്? നമുക്കങ്ങനെ ഒരാൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നുവരെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. മറ്റുള്ളവരെ എനിക്ക് എന്താ പറയുക, പറ്റിച്ചിട്ട് എനിക്ക് ഒന്നും തന്നെ നേടാനില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വന്നതിൻ്റെ അടിയിൽ തന്നെ കുറേ പേര്, എൻ്റെ കുറേ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അവർ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ മൈലാഞ്ചിക്ക് ഇടുമ്പോൾ രാത്രിയാണ് കേട്ടോ, ഞാൻ നൈറ്റാണ് ഇടാറ്. പകലൊന്നും ഇട്ടാൽ അതുപോലെ അധികം ചോക്കാറില്ല കേട്ടോ സാധാരണ. അപ്പോൾ നിങ്ങൾ രാത്രി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.